അഴലിൻ്റെ ആഴങ്ങളിൽ. അയ്യോ എന്നമേ, അതും ലാൽ ജോസ് ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നഷ്ടപ്പെട്ട പ്രണയം ഓർത്താൽ മതി. തീർന്നു, സിറ്റുവേഷൻ തീർന്നു. അല്ലാണ്ട് ഇന്നത് വേണം, ഞാൻ അങ്ങനെ കാണിക്കും, നീ നിൻ്റെ ജീവിതത്തിലേക്ക് പോകും. അത് കുറേ പേര് എന്നെ വിളിച്ചിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിനെ ഞാൻ വെറുത്തിരിക്കുകയായിരുന്നു. താങ്കൾ ആ പാട്ട് എഴുതാൻ അവളെ വീണ്ടും ഓർമ്മിക്കുന്നു, അതെനിക്ക് ഭാരമായി. അതേപോലെ മറിച്ച് ഇത് ഭയങ്കര മരുന്നാണ് കേട്ടോ എന്ന് പറഞ്ഞവരുമുണ്ട്. സങ്കടം വരുമ്പോൾ രണ്ടെണ്ണം അടിക്കുന്ന കൂട്ടത്തിൽ ഇത് കേൾക്കുമ്പം ഒരെണ്ണം കുറച്ചടിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതും കൂടെ എടുത്ത് കുടിക്കും. അപ്പോൾ ഒരു ഗ്ലാസ് മാറ്റി വെക്കാനുള്ളൊരു മരുന്നും കൂടെ കൊടുക്കും ഡോക്ടറായി. അല്ല, അത് അങ്ങനെ ആകാൻ പറ്റുന്ന ഒരു സുഖം. അതെ. ശരത്തേട്ട, അത് ഇൻസ്റ്റേ ഹിറ്റ് ആയത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ ഒരു ന്യൂജൻ സോങ് ആണിത്. അതെല്ലേ, പുതിയ ആൾക്കാർ ആസ്വദിക്കുന്ന, പുതിയ കുട്ടികൾക്ക്. അപ്പം എനിക്ക് തന്നെ ഇതെല്ലാവരുടെ മനസ്സിൽ ഈ സങ്കടം എന്നുള്ള എലിമെൻ്റ് ഉണ്ട്. എനിക്കത് അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരിലും ഇതുണ്ട്. പക്ഷെ അത് മർമ്മത്തെ നമ്മൾ തൊടുമ്പോഴാണ് അത് അവർ അറിയുന്നതെന്നുള്ളത്.